ഹലോ ഗൈസ്, അപ്പൊ ഇത്തവണത്തെ യാത്ര ഹംപിയിലെ അൺസീൻ ഹംപിയാണ്. ഹോസ്പേട്ടിൽ ബസ് കയറി കടബാഗിലു എന്നുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കടബാഗിലു ടു ആഞ്ജനാദ്രി ടെമ്പിളിൽ എത്തിയത് ഈ ഷോപ്പിൽ 30 രൂപയ്ക്ക് ബാഗ് അവിടെ കൊടുത്തിട്ട് നേരെ അമ്പലത്തിലേക്ക് കയറാണ്. വഴിയിൽ കുറെ ഇത്തരം സിംഹാലം കുരങ്ങനെ കാണാം. കയറുന്നതിന്റെ എൻട്രൻസിൽ തന്നെ ശിവരാമന്റെ ഒരു വിഗ്രഹവും അവിടെ ഒരു ഹനുമാനെയും കാണാം. കർണാടകയിലെ ഗംഗാവതി താലൂക്കിൽ തുംഗഭദ്ര നദിക്കരയിൽ ഹംപിക്കടുത്ത് ഹനുമാനഹള്ളിയിലാണ് ആഞ്ജനാദ്രി അഥവാ ആഞ്ജനാദ്രി കുന്ന് സ്ഥിതി ചെയ്യുന്നത്. രാമായണ കാലഘട്ടത്തിലെ പുരാണ പ്രസിദ്ധമായ കിഷ്കിന്ധ പ്രദേശമാണ്. രാമായണ പ്രകാരം കേസരിയുടെ പത്നിയായ അഞ്ജനാദേവി ഈ കുന്നുകളിൽ തീവ്രമായ തപസ് അനുഷ്ഠിച്ചു. അവരുടെ പ്രാർത്ഥനയിൽ പ്രസാദിച്ചാണ് ശിവന്റെയും അംശമായ ഹനുമാൻ അഞ്ജനയ്ക്ക് പുത്രനായി ഇവിടെ ജനിച്ചത്. അങ്ങനെ അമ്മയുടെ പേരിൽ നിന്ന് ഈ സ്ഥലം അഞ്ജനാദ്രി, അഞ്ജനയുടെ കുന്ന് എന്നറിയപ്പെടുന്നു. കുന്നിന്റെ മുകളിൽ വെളുപ്പൻ ചുവപ്പ് നിറമുള്ള ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രമുണ്ട്. ഇവിടെ എത്താൻ ഏകദേശം 575 പടികൾ കയറണം. പാറയിൽ കൊത്തിയെടുത്ത ഹനുമാൻ വിഗ്രഹവും സമീപത്തായി അഞ്ജനാദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയും രാമസീതമാരുടെ സന്നിധിയും ഇവിടെ കാണാം. അമ്പലത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ പിന്നെ ഞങ്ങൾ നേരെ ആ മൊട്ടക്കുന്നിലേക്ക് അവിടെ പോയി കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കുറെ കാഴ്ചകളും കണ്ട് താഴോട്ട് പോകാൻ നേരമാണ്. ഒരമ്മയുടെ പാലും കുപ്പി തട്ടിയെടുത്ത് ഈ കൊരങ്ങൻ ചെങ്ങായി ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നേരം ലെഫ്റ്റ് സൈഡിലോട്ട് പോയപ്പോൾ ഇങ്ങനെ കുറെ പാറക്കൂട്ടങ്ങളിൽ പാറ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ആഞ്ജനാദ്രി ഹിൽസിന് ശേഷം ഞങ്ങൾ പോയത് ദുർഗാമാതാ ടെമ്പിളിലേക്കാണ്. ഉച്ച വെയിലാണ്, നല്ല ചൂടുണ്ട്, ആകെ ടയർഡായിരിക്കുന്നു. ശ്രീ ദുർഗാദേവി ക്ഷേത്ര സ്ഥലത്ത് നിന്നുള്ള ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെ രാമായണ കാലഘട്ടവുമായി ബന്ധിക്കുന്നു. അവിടെ വാൻ രാജാവായ വാലി ചരിത്രപരമായി കിഷ്കിന്ധ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് മാതാ ദുർഗയ്ക്ക് പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. ഇനി അടുത്ത ലൊക്കേഷൻ രാമനും സുഗ്രീവനും ആദ്യമായി കണ്ടുമുട്ടിയത് ഈ അനേകുണ്ടി പ്രദേശത്താണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ മഹത്വത്തിന് നിശബ്ദ സാക്ഷിയായി ഈ രാജകീയ ഗവൺമഹൽ നിലകൊള്ളുന്നു. പഴയ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ കെട്ടിടം 16ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഈ ചെറിയൊരു ചാറ്റൽ മഴയോടുകൂടി ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ ഗൈസ്.